ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. നിങ്ങൾ സാധാരണ പോലെ നിൽക്കുന്നു. നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നു. പെട്ടെന്ന് എല്ലാം നിശ്ചലമാകുന്നു. സമയമല്ല, മനുഷ്യരുമല്ല, മറിച്ച് ഈ ഭൂമി മുഴുവൻ. അതെ, ഭൂമിയുടെ കറക്കം ഒരു നിമിഷത്തേക്ക് മാത്രം പെട്ടെന്ന് നിന്നാൽ എന്ത് സംഭവിക്കും? കേൾക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നാം. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഇത് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരിക്കും. ആദ്യമായി ലളിതമായ ഒരു കാര്യം മനസ്സിലാക്കാം. നിലവിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമി മണിക്കൂറിൽ ഏകദേശം 1670 കിലോമീറ്റർ വേഗതയിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം നിങ്ങളും ഞാനും കെട്ടിടങ്ങളും സമുദ്രങ്ങളും എല്ലാം ആ ഭീകരമായ വേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളത് അറിയുന്നില്ല. എന്തുകൊണ്ട്? കാരണം എല്ലാം ഒരേ വേഗതയിൽ ഒരുമിച്ച് നീങ്ങുന്നതുകൊണ്ട്. ഇനി ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഭൂമി പെട്ടെന്ന് നിൽക്കുന്നു, പക്ഷേ നിങ്ങൾ നിൽക്കുന്നില്ല. നിങ്ങളുടെ ശരീരം, കാറുകൾ, കെട്ടിടങ്ങൾ, അന്തരീക്ഷത്തിലെ വായു പോലും എല്ലാം അതേ വേഗതയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഇതിനർത്ഥം നിങ്ങൾ മണിക്കൂറിൽ 100 കണക്കിന് കിലോമീറ്റർ വേഗതയിൽ മുന്നിലേക്ക് തെറിച്ചു പോകും. കെട്ടിടങ്ങൾ നിമിഷനേരം കൊണ്ട് തകർന്നു വീഴും. മരങ്ങൾ വേരോടെ പിഴുതെറിയപ്പെടും. ഇതൊരു ആഗോള സ്ഫോടനം പോലെ അനുഭവപ്പെടും. ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷവും വായുവും ചലിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഭൂമിയിലുടനീളം സൂപ്പർസോണിക് കാറ്റുകൾ സൃഷ്ടിക്കും. മണിക്കൂറിൽ 1000 കിലോമീറ്ററിലധികം വേഗതയുള്ള കാറ്റുകൾ. നഗരങ്ങൾ മുഴുവൻ നിമിഷങ്ങൾക്കുള്ളിൽ തുടച്ചു നീക്കപ്പെടും. ഇനി സമുദ്രങ്ങളെക്കുറിച്ച് പറയാം. വെള്ളം പെട്ടെന്ന് നിശ്ചലമാകില്ല. ഭൂമി കറങ്ങുന്നത് നിന്നാൽ സമുദ്രജലം മുമ്പോട്ട് നീങ്ങുകയും ഭീമാകാരമായ മെഗാ സുനാമികൾ ഉണ്ടാവുകയും ചെയ്യും. 100 കണക്കിന് മീറ്റർ ഉയരമുള്ള തിരമാലകൾ. ഈ തിരമാലകൾ വൻകരകളിലേക്ക് ഇരച്ചു കയറുകയും മുന്നിലുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. ഇവിടെ കാര്യങ്ങൾ കൂടുതൽ ഭീകരമാകുന്നു. ഭൂമിയുടെ കറക്കം അതിൻ്റെ ഗുരുത്വാകർഷണ വിതരണത്തെയും ബാധിക്കുന്നുണ്ട്. നിലവിൽ കറക്കം കാരണം ഭൂമധ്യരേഖാ പ്രദേശം അല്പം തള്ളിയാണ് ഇരിക്കുന്നത്. കറക്കം നിന്നാൽ ഭൂമധ്യരേഖയിലെ വെള്ളം ധ്രുവപ്രദേശങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങും. ഇതിനർത്ഥം ചില പ്രദേശങ്ങൾ എന്നേക്കുമായി വെള്ളത്തിനടിയിലാകും. മറ്റു ചിലയിടങ്ങൾ വരണ്ട ഭൂമിയായി മാറും. ഭൂമിയുടെ ഭൂമിശാസ്ത്രം തന്നെ പൂർണ്ണമായി മാറും. ഇനി സങ്കല്പിക്കുക, ഒരു സെക്കൻഡിന് ശേഷം ഭൂമി വീണ്ടും കറങ്ങാൻ തുടങ്ങുന്നു. ആ പെട്ടെന്നുള്ള പുനരാരംഭം മറ്റൊരു നാശത്തിന് കാരണമാകും. ആദ്യത്തെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെട്ടവയെല്ലാം രണ്ടാമതൊരു ആപത്തിനെ കൂടി നേരിടേണ്ടി വരും. പക്ഷേ നിൽക്കൂ, ഇനിയുമുണ്ട്. ഭൂമിയുടെ കറക്കമാണ് പകലും രാത്രിയും ഉണ്ടാക്കുന്നത്. കറക്കം സ്ഥിരമായി നിന്നാൽ ഭൂമിയുടെ ഒരു വശം എപ്പോഴും സൂര്യന് അഭിമുഖമായിരിക്കും. അവിടെ അതികഠിനമായ ചൂട് അനുഭവപ്പെടും. മറുഭാഗം പൂർണ്ണമായ ഇരുട്ടിലായിരിക്കും. അവിടെ കൊടും തണുപ്പായിരിക്കും. നമുക്കറിയാവുന്ന ജീവൻ അവിടെ നിലനിൽക്കില്ല. കൂടാതെ ഭൂമിയുടെ കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ കറക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനെ ബാധിച്ചാൽ സൂര്യനിൽ നിന്നുള്ള മാരകമായ വികിരണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നമുക്ക് നഷ്ടമാകും. അത് ജീവജാലങ്ങൾക്ക് കൂടുതൽ അപകടമുണ്ടാക്കും. അപ്പോൾ ഇത് ശരിക്കും സംഭവിക്കുമോ? ഉത്തരം ഇല്ല എന്നാണ്. ഭൂമിയുടെ കറക്കം പെട്ടെന്ന് നിർത്താൻ കഴിയുന്ന അത്ര ശക്തമായ ഒരു പ്രകൃതി ശക്തിയും നിലവിലില്ല. ഇനി എന്തെങ്കിലും അതിന് ശ്രമിച്ചാൽ തന്നെ അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമി നശിപ്പിക്കപ്പെടും. എങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഗ്രഹം എത്രത്തോളം കൃത്യമായ സന്തുലിതാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാം. ഒരു ചെറിയ മാറ്റം ഒരു സെക്കൻഡിലേക്ക് പോലും പൂർണ്ണമായ തകർച്ചയിലേക്ക് നയിക്കാം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരിടത്ത് അനങ്ങാതെ നിൽക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ മണിക്കൂറിൽ 1000 കണക്കിന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുകയാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹത്തിൽ ശൂന്യാകാശത്തിന് നടുവിൽ എല്ലാം കൃത്യമായി നടക്കുന്നു. ഭൂമിയുടെ കറക്കത്തെക്കുറിച്ചുള്ള ഈ അമ്പരപ്പിക്കുന്ന വസ്തുത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായി വരുന്നവരേക്കും ബൈ ബൈ ഗായ്സ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.